ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ റീസെൻ്റ്ലി ഒരു പരിശുദ്ധാത്മാവിൻ്റെ വരദാന വളർച്ച ധ്യാനം കൂടി. അതിൽ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ വരങ്ങളെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എന്നിട്ട് അത് നമ്മൾ വെളിപ്പെടാൻ വേണ്ടിയുള്ളൊരു ധ്യാനം. അതിൽ അച്ഛനൊരു കാര്യം പറഞ്ഞ്, അതായത് നമ്മളെ എല്ലാവർക്കും ഈശോ നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്, മറ്റുള്ളവരുടെ ഈശോയെക്കുറിച്ച് പറയാൻ, ശുശ്രൂഷ ചെയ്യാൻ. പക്ഷേ നമ്മൾ പലരും, ഇൻക്ലൂഡിങ് മീ, അച്ഛൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, നമ്മളെല്ലാവരും അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം നമ്മുടെ ലൈഫിലെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് മറ്റുള്ളവർക്ക് ഈശോനെ പകർന്നു കൊടുക്കുക. പക്ഷേ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളെ ആയിരിക്കും ഫോക്കസ് ചെയ്യണത്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ഫ്ലക്സ് കയറിയതുപോലെയായിരുന്നു. കാരണം എൻ്റെ ലൈഫിലും ഞാൻ ഒരു പഠിക്കുന്ന സ്റ്റുഡൻറ്റാണ്. അപ്പം ഞാൻ പലപ്പോഴും നന്മമരത്തിൽ വന്നതിന് ശേഷമാണെങ്കിലും എൻ്റെ പരീക്ഷയുടെ ടൈമൊക്കെ ആകുമ്പം നന്മമരത്തിലെ ഓരോ കാര്യങ്ങൾ, അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ പരീക്ഷയാണ്. സോ അവരെന്നോടൊന്നും പറയാറില്ല, ഞാനും പരീക്ഷയാണല്ലോ, സോ ചെയ്യേണ്ട, മാറ്റിയിരിക്കാം, കുറച്ചു നേരം പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ ജോലിയുടെ കാര്യം വരുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഫാമിലിയുടെ കാര്യം വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെൽത്ത് വൈസ് നിങ്ങൾ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സിക്ക് ആയതുകൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ടാവാം. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ഈശോനെ പ്രയോറിറ്റി ആക്കണില്ല. നമ്മൾ നമ്മുടെ ലൈഫ്, നമ്മുടെ നീഡ്സിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ചില സിറ്റുവേഷൻസിലൊക്കെ ലൈക്ക് ചിലപ്പം എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗെറ്റ് ടുഗെദറിന് വേണ്ടി, കസിൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗെദറിന് പ്രയോറിറ്റി എടുത്തിട്ട് മീറ്റിംഗ്സിന് കയറാത്ത ടൈമിലുണ്ട്, ഈശോയെക്കുറിച്ച് പറയാത്ത ടൈമുകളുണ്ട്. ബട്ട് അവിടെയൊക്കെ ലൈക്ക് ഞാൻ ഈശോനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈശോയെ മറ്റുള്ളവരിൽ ഈശോനെ കൊടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കി എൻ്റെ ഈശോ മറ്റുള്ളവരെയും ആ ഈശോനെ മനസ്സിലാക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എഫേർട്ട് ഇടണ്ടേ? പക്ഷെ ഞാൻ അങ്ങനെ ഇടുന്നുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കണം. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അച്ഛൻ പറഞ്ഞത്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ലൈഫിൽ ഈശോ നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ തരും, പക്ഷെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഈശോയെ തേടുന്നവരാവരുത്. അപ്പം ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഈശോ യൂസ് ചെയ്യുന്നത് പോലെയല്ലേ, നമ്മുടെ നീഡ്സിന് വേണ്ടി, നമ്മുടെ ഡിസയേഴ്സിന് വേണ്ടി നമ്മൾ ഈശോയെ തേടുന്നു. അപ്പം അത് അങ്ങനെ ആവരുത്. ഈശോ നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയാണോ? ഈശോ നമ്മളെ അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്നേഹിച്ചത്. നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചോദിക്കും എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മൾ ഈശോയെ സ്നേഹിച്ചില്ലെങ്കിൽ, നമ്മൾ ഈശോനെ മൈൻഡ് ആക്കിയില്ലെങ്കിൽ പോലും ഈശോ നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ മരിച്ചു. അപ്പം ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കി ഈശോ നമ്മളിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഈശോയിലേക്ക് ആത്മാക്കളെ നേടിക്കൊടുക്കുക. ഈശോ ദാഹിക്കുന്നത് ആത്മാക്കൾക്ക് വേണ്ടി, ആ ആത്മാക്കളെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം. അതിനുവേണ്ടി ഈ നിമിഷം നമ്മളൊരു തീരുമാനം എടുക്കണം. എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഈശോനാക്കും. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ വന്നാലും ഞാൻ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടും. അത് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ ആ വഴി കൂടെ, കുഞ്ഞു കുഞ്ഞു വഴിയായിരിക്കും, പക്ഷെ ഞാനത് ചെയ്യും.